ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രേഷ്മ പറ. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. അതെ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് ശാലിനിയെ കൊണ്ടൊന്ന് സ്റ്റേഷൻ വരെ പോണം. രാഘവേട്ട ഒന്നുകൂടെ വെക്കട്ടെ? വേണ്ട ഭാമി, ഞാൻ മതിയാക്കി. ഒരു ഇടിയപ്പം കൂടി കഴിക്കേ. വേണ്ട, മതി 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 മതി. കറിക്കെന്താ ഉപ്പോ മുളക് വല്ലതും കൂടിയിട്ടുണ്ടോ? ഒന്നും കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടുമില്ല. കഴിക്കാൻ പറ്റാത്ത എനിക്കാ. വയസ്സായി വരുമ്പോ വിശപ്പൊക്കെ കുറയും. കഴിച്ചോ? അല്ല, നിങ്ങളിത് എവിടെ പോന്നു? പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം സത്യാമ്മേ. അന്ന് ഷൂട്ട് ചെയ്ത ആളെ പിടിച്ചു. ഞാൻ ചെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യണമെന്ന്. അതിന് മേലാഴ്ക മാറണ്ടേ? കേസിന്റെ വഴിക്ക് പോണ്ടേ അമ്മേ. അതിനായിട്ട് വിളിപ്പിച്ചതാ. പിന്നെ ഞാനൂടി പോണ്ടല്ലോ. ആരാളൊന്നുമില്ല പറഞ്ഞോ? അത് ചെന്നാലേ അറിയുള്ളൂ. എന്നാലും മോളെ ഈ അവസ്ഥയില് എന്റെ അമ്മയെ കുഴപ്പമൊന്നുമില്ല. ഇതെന്തപ്പത്? അമ്മയുടെ മരുമകൾ ഒരു കുഴപ്പമില്ലാതെ ഭദ്രമായിട്ട് തിരിച്ചെത്തിക്കാതെ മതിയോ? അതേടാ, നീ പോകുന്നതുകൊണ്ട് എനിക്ക് പേടി. അവൾ ഒറ്റയ്ക്കാ പോകുന്നതെങ്കിൽ അവൾ അവളുടെ കാര്യം നോക്കി വീട്ടിൽ തിരിച്ചെത്തിയാനെ. അപ്പൊ എനിക്കായി കുറ്റം അല്ലേ? നിങ്ങൾ അമ്മായിമ്മയും മരുമോളും എന്നും ഒന്നാണല്ലോ. നമ്മളാണല്ലോ പുറത്ത് ഇല്ലാച്ചാ. ഞാനേ മതിയാക്കി. അതുകൊണ്ട് ഇതിനുള്ള മറുപടിയും പറയുന്നില്ല. ശരി, അപ്പൊ എല്ലാരും ഒരു കയ്യാണ്. അതേടാ, അതെ. എന്താ നിനക്ക് പിടിച്ചില്ലേ? എന്താ കഴിക്കാൻ ഇടിയപ്പോ? മോൾ ഇവിടെ ഇരിക്കെ. ദേ തുടങ്ങി കുന്ത അടിക്കാൻ വേണ്ടിട്ട്. ഇത് ഉപകാരവും അതേപോലെ ഉപദ്രവമാ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അതടിക്കും. അവിടെ ഇരുന്ന് കഴിക്കേ, എന്നിട്ട് അത് എടുത്താ മതി. അല്ലമ്മേ, ഒരു മിനിറ്റമ്മേ. ലേശ അത്യാവശ്യം വേണ്ട. വിഷ്ണു, എന്തെങ്കിലും അത്യാവശ്യമുള്ള കോളായിരിക്കും സത്യാമ്മേ. എന്ത് അത്യാവശ്യമാ? ഒക്കെ ഇവൻ ഉണ്ടാക്കുന്നതാ. നിനക്ക് തോന്നിയില്ലേ? എനിക്കും തോന്നി. പലതും ഇവനായിട്ട് ഉണ്ടാക്കുന്നതാ. ഞാൻ പോയി വിളിച്ചിട്ടുണ്ടോ മോളെ? ഞാൻ നോക്കട്ടെ. മോളിരിക്കെ. മോളെ, ഇപ്പൊ ഈ യാത്ര വേണോ? മുറിവ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലല്ലോ. പോവാതിരിക്കാൻ പറ്റില്ല സത്യാമ്മേ. ഒഫീഷ്യൽ കാര്യല്ലേ. രേഷ്മ പറ. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. അതെ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് ശാലിനിയെ കൊണ്ടൊന്ന് സ്റ്റേഷൻ വരെ പോണം. അല്ല വിഷ്ണു, അത് നമ്മള് പറഞ്ഞ പോലെ ചെയ്യാന്നേ. ഞാൻ വിളിക്കാം കേട്ടോ. ഇവനിതെന്താ എങ്ങും തൊടാതെ സംസാരിക്കുന്നേ? എന്തോടാ? ആരാളെ മോനെ നിന്നെ വിളിച്ചേ? എന്നെ കണ്ടല്ലേ നീ ഫോൺ കട്ട് ചെയ്തേ? അയ്യേ, അച്ഛൻ എന്തൊക്കെ പറയണേ? മാർക്കറ്റിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കേ. അച്ഛവാ, നമുക്ക് പോവാം. എടാ മോനെ, നിന്റെ പ്രായം കഴിഞ്ഞ ഞാൻ ഇവിടം വരെയൊക്കെ എത്തിയതേ നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഇതേ ഇവിടെ ഉള്ളവരിൽ നിന്ന് നീ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. അതെന്താണെന്നാ ഞാനീ ചോദിക്കുന്നേ. ഞാൻ എന്ത് മറച്ചു വയ്ക്കാനാണ് അച്ഛൻ എന്തൊക്കെ പറയണേ? എടാ, ഞാനും 3 നേരം കഴിക്കുന്ന അരിയാഹാരം തന്നെ. നിന്റെ ചലനങ്ങളും രീതികളും കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു നിനക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. എനിക്ക്
എന്ത് പ്രശ്നം അച്ഛാ? എടാ നീ എന്തോടെ രാവിലെ കിടന്ന് കാണിച്ചേ? എന്ത് നാടകം നിന്നോട് നടത്തിയേ? ഒരച്ഛന് മാത്രമേ ഒരു മകനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. നീ ഞങ്ങളിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. എന്റെ അച്ഛ, ഞാൻ എന്തൊളിപ്പിക്കാനാ? അച്ഛൻ വന്നേ. വന്നിക്ക്. ഇന്ന് രാവിലെ നിനക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. ആ സൂക്കേട് കൊണ്ട് തന്നെ നീ ഉറങ്ങിപ്പോയതും ആ ഒരു വിഷയം അവിടെ ഉണ്ടായതും. പക്ഷേ നീ ഇത് വളരെ വിദഗ്ധമായി നാടകം കളിച്ചങ്ങ് ഇല്ലാതാക്കി. എന്തിനാ അത്? എടാ നീ പിന്നെ അവിടെ കാണിച്ചുവിട്ടത് എല്ലാം അഭിനയമായിരുന്നില്ലേ? നിന്നെ മറ്റുള്ളവരാരും കണ്ടുപിടിക്കാതിരിക്കുള്ള അഭിനയം. എടാ നീയേ ഒരു നല്ല നടനൊക്കെ ആയിരിക്കാം, പക്ഷെ എന്റെ ബാക്കിയാണെന്നുള്ള കാര്യം ഓർക്കണം. നിന്റെ കണ്ണുകളില് എനിക്ക് കാണാം നിന്നിലെ വേവലാതി. എടാ മോനെ, പറയടാ, എന്തോടാ നിനക്ക് പറ്റിയേ? പറ, നിന്റെ ബുദ്ധിമുട്ട് എന്തോടാ? എന്തോടാ? ഇവനിത് വീണ്ടും ഒരു കാര്യമില്ലാതെ വിളിച്ചോണ്ടിരിക്കുക. കാശിന്റെ കാര്യത്തിനാണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ. ഭക്ഷണം കഴിക്കണ്ടേ? വാ. ആ, എന്താ രണ്ടുപേരും മുറ്റത്ത് തന്നെ നിൽക്കുന്നേ? ഇതാരാ വിഷ്ണുട്ടെ വിളിച്ചോണ്ടിരിക്കുന്നേ? അത് മാർക്കറ്റിൽ നിന്ന് കാശിന്റെ കാര്യത്തിനെ. ഇവനിതെന്താ പറ്റിയേ? അല്ല, അച്ഛനും മോനും തമ്മിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോണ്ട് നിൽക്കുമായിരുന്നോ? ഞാൻ മുടക്കില്ലല്ലോ. ഞാൻ ഇവനോട് ചോദിക്കായിരുന്നു മോളെ, ഇവൻ ഏതെങ്കിലും നാടകത്തിൽ അഭിനയിച്ചൂടെ എന്ന്. ജീവിതത്തിൽ അഭിനയിച്ച് തീർക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ നാടകത്തില്, അല്ലേ? എങ്കി വാ, ഭക്ഷണം കഴിക്കാം. അല്ല എടോ, നമുക്കേ പോണ വഴിക്ക് കഴിക്കാം. അത് ആരാ ധൈര്യശാലി എന്നറിയാൻ എനിക്കൊരു സമാധാനമില്ല. ധൈര്യശാലിയോ? ഓ, ഞാനേ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മോട് പറഞ്ഞാൽ മതി. വിഷ്ണുട്ടാ, അത് എടോ, തവന്ന് കേറ്, വാ. ഒന്നുമില്ല അച്ഛാ, വാ കേറ്. ഞാൻ പോയിട്ട് വരാം. ഡാ മോനെ, പോയിട്ട് വരാച്ചാ. അച്ഛൻ വിചാരിക്കണ പോലെ ഒന്നുമില്ല. ഏയ്, കുഴപ്പമൊന്നുമില്ല അച്ഛാ.